നല്ല പടമായിരുന്നു. ഒഴുകി ഒഴുകി നല്ലൊരു പടമാണ്, നല്ലൊരു മെസ്സേജ് ഉള്ളൊരു പടമാണ്. കോവിഡ് കാലത്തെ ആ ഒരു ഇതൊക്കെ നല്ല ടച്ചിങ് സ്റ്റോറിയുള്ള ഒരു പടമാണ്. ത്രില്ലല്ല, കുറച്ച് ടച്ചിങ് ആണ് പടം. ഞങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ് വെള്ളപ്പൊക്കമൊക്കെ. അത് ഞങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് ടച്ച് ചെയ്യും. ആ ഒരു കൊച്ചിൻ്റെ ഫീലിംഗ് ഒക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇവിടെ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ആൾക്കാരെ അറിയണമല്ലോ ഇങ്ങനെ ഒരു പടമുണ്ട്, കുട്ടികളെ കൊണ്ട് വന്ന് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ വരും. സൗബിൻ നല്ലതാണ്, സൗബിൻ്റെ അഭിനയമൊക്കെ നല്ലതായിരുന്നു. കോമഡി അല്ല, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോമഡി അല്ല, സോഷ്യലി ഒരു അതെ അതെ. പടം നല്ല പടമായിരുന്നു. ഓരോ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എല്ലാ ക്യാരക്ടറിനെയും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. മെസ്സേജ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. നമുക്ക് ഓരോ സീന് ഭയങ്കര എന്താ പറയും, സിനിമാറ്റോഗ്രാഫി ഭയങ്കര അടിപൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. ഓരോ സീൻ ഭയങ്കരമായിട്ട് നമുക്ക് ടച്ചിങ് ആണ്. പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. മേ ബി ആയിരിക്കാം പ്രൊമോഷൻ്റെ, മേ ബി ആയിരിക്കാം. ഞാൻ പ്രൊമോഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തില്ല. സോബിനുണ്ട്, അപ്പം ഐ തിങ്ക് അത് ജസ്റ്റിഫൈ, ആൾക്കാർക്ക് കാണാൻ വേണ്ടി അത് മതി, ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ കാണുമ്പോൾ സൗബിൻ മാത്രമല്ല, അതിലുള്ള ഓരോ ക്യാരക്ടർ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പം മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്ത നമ്മുടെ ക്യാരക്ടറായാലും ആ ക്യാരക്ടറിൻ്റെ അമ്മയായാലും പിന്നെ അതിൽ പോലീസുകാരായിട്ട് അഭിനയിച്ച ഓരോ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ പടം വന്നൊന്ന് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാണാതെ നമ്മളിപ്പം വീട്ടിലിരുന്നിട്ട് കാണാതെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും പടം എന്താണ്, പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പടത്തിൽ മെസ്സേജ് എന്താണ്. അപ്പോൾ നല്ലൊരു മെസ്സേജ് ഉള്ളൊരു പടമാണ് തീർച്ചയായിട്ട്. പിന്നെ ഈസി ആയിട്ട് കാണാം. ഒരു സീനും നമ്മളെ പിള്ളേരായിട്ട് കാണാനോ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ലൊരു പടം.